നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 1/6/2026 തിങ്കളാഴ്ച വൈകിട്ട് റബ്ബർ വിലയും സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 75 രൂപ, ഒരു പവൻ്റെ മുകളിൽ 600 രൂപയാണ് കുറഞ്ഞത്. 22 ക്യാരറ്റ് 14,320, ഒരു പവൻ 1,14,560. അതുപോലെ 24 ക്യാരറ്റ് 15,622, ഒരു പവൻ 1,24,976. അതുപോലെ 18 ക്യാരറ്റ് 11,717, ഒരു പവൻ 93,736. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അവിടെ GSTയും പണിക്കൂലിയും വാറ്റ് ചാർജൊക്കെ അധികം കൊടുക്കേണ്ടി വരും. റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില നല്ല കുതിപ്പാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 256 ഉള്ള സമയത്ത് ഇപ്പോൾ 259 രൂപ 50 പൈസയാണ്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 259 രൂപ 50 പൈസ, RSS 5 256 രൂപ 50 പൈസ, ISN20 208, ലാറ്റക്സ് 60% ASL 161 രൂപ 80 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. കൊച്ചി വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 259 രൂപ 50 പൈസ, RSS 5 കിലോ 256 രൂപ 50 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 5 കിലോ 255 രൂപ 50 പൈസ, RSS 4 248 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. എന്നാൽ ഇപ്പോൾ മഴയൊക്കെ മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ മിക്ക ആൾക്കാരും വീണ്ടും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ വില കൂടുന്നതോടുകൂടി വീണ്ടും പ്രതീക്ഷയോടെ റബ്ബർ ടാപ്പിംഗ് നടത്തുകയാണ്. നമ്മുടെ നാട്ടിൽ റബ്ബർ മേഖല കൊണ്ട് പല കുടുംബങ്ങളും നല്ല രീതിയിൽ ജീവിക്കുന്നു. മിക്ക കുടുംബങ്ങളും റബ്ബർ ഷീറ്റും മറ്റും ഒട്ടുപാലൊക്കെ വിറ്റാണ് മിക്ക കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് സമ്പന്നരായത്. 102 സീറ്റുമായി 10 വർഷത്തിന് ശേഷം കിട്ടിയ UDFൻ്റെ ഭരണം ഖജനാവ് നിറയ്ക്കാൻ വിസ്മയ വഴി നികുതി കൂട്ടാതെ വരുമാനം 1 ലക്ഷം കോടി ലക്ഷ്യമിടുന്ന ആദ്യത്തെ ബഡ്ജറ്റ് ഈ മാസം 19-ാം തീയതിയാണ്. ധനമന്ത്രി കൂടിയായ VD സതീശൻ്റെ കന്നി ബഡ്ജറ്റാണ്. ഭരണച്ചെലവിലെ ധൂർത്ത് കർശനമായി തടയും. കേന്ദ്രത്തിനെതിരായ ഇനി കേസുകൾ തുടരില്ല. ചെലവ് കുറച്ച് മിച്ചം പിടിക്കുകയും ചെലവ് കുറയ്ക്കാതെ ക്രയവിക്രയം കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വഴികളാണ് ബഡ്ജറ്റിൽ പൊതുവെ സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് VD സതീശൻ്റെ സമീപനം. ധവളപത്രം പുറത്തിറക്കി പുതിയ നടപടികൾക്ക് ജനപിന്തുണ ഉറപ്പാക്കും. പുതിയ നികുതി വർധനവ് സാധ്യതയില്ലെന്നാണ് പറയുന്നത്. 1.5 ലക്ഷം കോടിയുടെ സ്വർണ്ണ വ്യാപാരം നടക്കുന്ന കേരളത്തിലെ സ്വർണ്ണ നികുതി ചോർച്ച തടഞ്ഞ് വരുമാനം 5 ഇരട്ടിയോളം വർദ്ധിപ്പിക്കും. ശമ്പള പെൻഷൻ പരിഷ്കരണവും സാമൂഹ്യക്ഷേമ പദ്ധതികളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണച്ചെലവുകൾ പരിഷ്കരിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കും. LDF സർക്കാർ കൊണ്ടുവരുന്ന കിഫ്ബി പരിഷ്കരിച്ച് വരുമാനമുള്ള പദ്ധതികളിലേക്ക് വഴിമാറും. ദീർഘകാല വരുമാനത്തിന് കൂടുതൽ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കും. ടൂറിസത്തിന് പുതിയ നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. സമുദ്ര മിഷൻ പോലുള്ള ദീർഘകാല പദ്ധതികൾ കൊണ്ടുവരും. എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുക. അതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു.